അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്താണ് വിശേഷം? റാഹത്തന്നല്ലേ എല്ലാവർക്കും? അള്ളാഹു വലിയ സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വലാണ് അല്ലേ? അൽഹംദുലില്ലാ, രാവിലെ തന്നെ സുബഹിക്കന്നെ എല്ലാവരും മൗലൂദൊക്കെ ഓതി നല്ല റാഹത്തിലും സന്തോഷത്തിലും മുത്തുനബിയുടെ ജന്മദിനം കൊണ്ടാടിയിട്ടാണ് ഈ വീഡിയോ കാണുന്നത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മുടെ യഥാർത്ഥ ഹുബ്ബീങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എന്താണെന്നിട്ട് വിശേഷം? നമുക്കൊരു അമല് പറഞ്ഞാലോ? നമ്മളെല്ലാവരും വളരെ ക്യൂരിയോസിറ്റിയോട് കൂടി കാണുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയോ നിങ്ങൾ? നമ്മുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങളുള്ളത്, നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അനുഭവിക്കുന്നത്, നമുക്ക് മറ്റ് പൈശാചിക ബുദ്ധിമുട്ടുണ്ടോ, നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം എന്താണ്, ഇതൊക്കെ എല്ലാവരും ഇതിൻ്റെ വേര് തേടി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അല്ലേ? അതിന് കാരണം എന്താ? ഏറ്റവും കൂടുതൽ ശത്രുക്കളുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? പുറത്തുനിന്നൊന്നുമല്ല, നമ്മളെ കുടുംബത്തിലും നമ്മളെ വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ തന്നെ നമ്മളെ ശത്രു. അതാണ് ഏറ്റവും വലിയ സത്യം അല്ലേ? നിങ്ങളെ കുടുംബത്തിൽ ഒരുപാട് ശത്രുക്കളില്ലേ നിങ്ങൾക്ക്? നിങ്ങളെ വളർച്ചയിൽ, നിങ്ങളെ ഉയർച്ചയിലൊക്കെ പടച്ച റബ്ബേ നിങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് തകർന്ന് കണ്ടിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന എത്ര ആൾക്കാർ നിങ്ങളെ കുടുംബത്തിലുണ്ട്? എത്ര ആൾക്കാർ നിങ്ങളെ അയൽപ്പക്കത്ത് തന്നെ ഉണ്ട് അല്ലേ? കാണുമ്പോൾ എന്താ സുഖല്ലേ, റാഹത്തല്ലേ എന്നൊക്കെ ചോദിക്കും അല്ലേ? ചിരിച്ച് കളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഒരു അവസരം കിട്ടിയ ബാക്കിൽ നിന്ന് നല്ലൊരു കുത്തലും കുത്തും അല്ലേ? അങ്ങനെയുള്ള കുറേ ആൾക്കാരുള്ള കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളൊക്കെ ജീവിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ ഉയർച്ചയുടെ പിന്നിൽ എന്തായാലും ഒരാളുണ്ടാവും. അതാരാണ് ആ ആൾ? ഒന്നുകിൽ നമ്മുടെ ഭാര്യ, അല്ലെങ്കിൽ നമ്മുടെ ഉമ്മ, അല്ലെങ്കിൽ നമ്മുടെ ഉപ്പ. എന്താണ് അവരുടെ പ്രാർത്ഥന? കാരണം നമ്മുടെ ഉമ്മയുടെ പൊട്ടിക്കരഞ്ഞുള്ള പ്രാർത്ഥനയൊക്കെ ആയിരിക്കും ഒരു പക്ഷേ നമ്മുടെ ഉയർച്ചയുടെ പിന്നിൽ അല്ലേ? അപ്പോൾ ഉയർച്ചയുടെ പിന്നിൽ ഒരാളുണ്ട്, ഉറപ്പാണ് അല്ലേ? അതേപോലെ ഒരു മനുഷ്യൻ്റെ തകർച്ചയുടെ പിന്നിൽ ഒരാളുണ്ടാവും. അതാരാ? അത് നമ്മളുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ അയൽപ്പക്കത്തോ ഉള്ള നമ്മളുമായി എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഒച്ചപ്പാടും ബഹളക്കായി, തല്ലുകൂടി, വഴക്കായി, പിന്നെ തെറ്റലായി, മിണ്ടാതായി, പിന്നെ പ്രശ്നമായി, അടിയായി, പോലീസ് കേസായി, വഴക്കായി, ആകെ ബഹളായി. പിന്നീട് അന്നെ ഞാൻ കാണിച്ചുതരാം, അന്നെ ഞാൻ അങ്ങനെ ആക്കും, അന്നെ ഞാൻ ഇങ്ങനെ ആക്കും, അന്നെ ഞാൻ ജീവിക്കാൻ വിടൂല. അല്ലാ, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പുകിലേക്കാരം. അപ്പോൾ മുഖ്യമായൊരു വിഷയം, അടിസ്ഥാനപരമായിട്ട് നമ്മളൊക്കെ മൊത്തത്തിൽ ശത്രുക്കളുടെ ഇടയിലാണ് നമ്മുടെ ജീവിതം. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഉയർച്ചയ്ക്ക് എന്തെങ്കിലും തടസ്സം വരുമ്പോഴേക്ക് നമ്മളത് അന്വേഷിക്കുകയാണ്. പടച്ചോനെ, എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, സിഹറുണ്ടോ, വല്ല ബുദ്ധിമുട്ടുണ്ടോ, ആരെങ്കിലും വല്ല പണിയും തന്നോ? ഇതിന് പിന്നാലെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ ചിന്തിക്കാത്ത ഒരു കാര്യമുണ്ട്. നമ്മുടെ വീട്ടിൽ നമുക്ക് ബറക്കത്ത് നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മളതിനെ അന്വേഷിക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ സിഹറും കണ്ണും നാവെന്നാൽ അങ്ങനെ പോകരുത്. ചില വീട്ടിൽ അള്ളാഹു വലിയ ബറക്കത്ത് നൽകും. ആ ബറക്കത്ത് നൽകിയ വീട്ടിൽ ഭയങ്കര സമാധാനം, സന്തോഷം ഒക്കെ ഉണ്ടാവും. ആ വീട്ടിൽ നമുക്ക് വേഗം അറിയാൻ പറ്റും ആ സന്തോഷമുള്ള വീടാണെന്നുള്ളത് അറിയാൻ പറ്റും. മനസ്സിലായോ? ചില വീട്ടിൽ തീരെ ബറക്കത്തുണ്ടാവില്ല. എന്നത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? ഇപ്പോൾ ഒരാൾ കണക്ക് നോക്കിക്കാണ്ട് അല്ലെങ്കിൽ ഒരാൾ വിഷയം നോക്കിയാൽ നിങ്ങളെ വീട്ടിൽ ബറക്കത്ത് കുറവുണ്ടെന്ന് പറയുമോ? അങ്ങനെ ആരെയും പറയുമോ? അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ ബറക്കത്ത് നല്ലോണം ഉണ്ടെന്ന് പറയുമോ? ഇല്ല. അത് കണ്ടുപിടിക്കാനൊരു മാർഗ്ഗം, 7 മാർഗ്ഗങ്ങളുണ്ട്. നമ്മുടെ വീട്ടിൽ ബറക്കത്തുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ 7 മാർഗ്ഗങ്ങളാണുള്ളത്. ആ 7 മാർഗ്ഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇൻഷാ അല്ലാഹ്. ഓക്കെ. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മളെ വീട്ടിൽ ബറക്കത്തുണ്ടോ എന്നറിയാൻ വീട്ടിലുള്ളവർ കൃത്യസമയത്ത് നിസ്കരിക്കുകയും പ്രത്യേകമായി ഫർള് നിസ്കാരത്തിന് പുറമെ ശ്രദ്ധിക്കുക, ഫർള് നിസ്കാരം ളുഹ്ർ കൂടാതെ അതിന് ശേഷമുള്ള സുന്നത്തുകളൊക്കെ നിസ്കരിക്കാൻ കഴിയുന്നുണ്ടോ നമ്മുടെ വീട്ടിനുള്ളിൽ? പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിനുള്ളിലെ പുരുഷന്മാർ. മനസ്സിലായോ? വീട്ടിനുള്ളിലെ പുരുഷന്മാർ, നമ്മുടെ ഭർത്താക്കന്മാർ, മക്കൾ, അവരടക്കം ഫർളാക്കപ്പെട്ട നിസ്കാരങ്ങൾ അതുപോലത്തെ പിന്നെ സുന്നത്തുകളൊക്കെ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളി ആ വീട്ടിൽ ബറക്കത്തുണ്ട് എന്നുള്ളത്. എന്നാലോ ഇന്ന് പല വീട്ടിലും കാണുന്നത് മറ്റേ കോഴിക്കളങ്ങനെ തീറ്റിട്ട് കണ്ട ബബ്ബ 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 എന്ന് വിളിക്കുമല്ലോ, എന്നതുപോലെ ചില ആൾക്കാരെ ഇങ്ങോട്ട് വന്നൂടെ, വാ ബാ ബാ അങ്ങനെ വിളിച്ചാലും അതിങ്ങനെ കറങ്ങി തിരിഞ്ഞ് അങ്ങനെ പോകും. നിസ്കരിക്കാനുള്ളൊരു മടി ചില്ലറൊന്നുമല്ല. നമ്മുടെ വീട്ടിൽ ബറക്കത്തുണ്ടെങ്കിൽ ഒരാളും പറയണ്ട, നേരെ എണീച്ച് പോയി ഒളു എടുത്ത് നിസ്കരിച്ചിട്ടുണ്ടാവും, സുന്നത്തും നിസ്കരിച്ചിട്ടുണ്ടാവും. ബറക്കത്തുള്ള വീടിൻ്റെ പ്രധാന ലക്ഷണമാണത്. മനസ്സിലായോ? അപ്പോൾ വീട്ടിനുള്ളിൽ ബറക്കത്തുണ്ടെങ്കിൽ ആ വീട്ടിനുള്ളിൽ എല്ലാവരും നിസ്കരിക്കും ഫർള്. അപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയണത് ആരാണ്?
നമ്മുടെ പുരുഷന്മാരെ കുറിച്ചാണ് അതിൽ പ്രത്യേകം എടുത്ത് പറയണത് കേട്ടോ. പുരുഷന്മാർ സുന്നത്തടക്കം നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളി, അൽഹംദുലില്ലാ ആ വീട്ടിൽ ബറക്കത്തുണ്ട്. ഇനി ബറക്കത്തുണ്ടോ ഇല്ലയെന്ന് അറിയാൻ പറ്റുന്ന രണ്ടാമത്തെ മാർഗം ഇതിലാണ് നമ്മൾ തോറ്റുപോവുക. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആന്, വീട്ടിൽ ദിവസവും ഖുർആന്, പ്രത്യേകിച്ച് സൂറത്തുൽ ബക്കറ അടക്കമുള്ള എല്ലാ സൂറത്തുകളും നമുക്ക് ദിവസവും ഓതാൻ കഴിയുന്നുണ്ടെങ്കിൽ, ദിവസവും വീട്ടിൽ ഖുർആൻ പാരായണം നടക്കുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ ആ വീട്ടിൽ ബറക്കത്തുണ്ടാവും. ദിവസവും ഖുർആൻ ഓതുന്ന വീടാണോ അൽഹംദുലില്ലാ ആ വീട്ടിൽ ബറക്കത്തുണ്ടാവും. എന്നാലോ ഒന്നിങ്ങനെ ആലോചിച്ച് നോക്കണേ, ആ ഖുർആനൊക്കെ പൊടി പിടിച്ച് കിടക്കുന്നുണ്ടാവും പല വീടുകളിലെ അവസ്ഥ. അത്തരം വീടുകളിൽ ഒരു ബറക്കത്തും ഉണ്ടാവില്ല. മൊലിയന്മാരെടുത്തും തങ്ങന്മാരെടുത്തും എല്ലായിടത്തും നടന്ന് പ്രശ്നം തീർക്കാനും പ്രയാസം തീർക്കാനും നടക്കും തോറും നടന്നുകൊണ്ടേയിരിക്കും. ഒരു മാറ്റവും ആ കാര്യത്തിൽ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് ഖുർആൻ ഓതുന്ന വീടാണോ അൽഹംദുലില്ലാ അവിടെ ബറക്കത്തുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. അടുത്തതായിട്ട് മൂന്നാമതായിട്ട് പറയുന്നത് വീട്ടുകാർ തമ്മിലുള്ള പുഞ്ചിരിയും സ്നേഹവുമാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. സുബ്ഹാനല്ലാ, നമ്മുടെ വീട്ടിൽ നമ്മളുമായി ബന്ധപ്പെട്ട് ഉമ്മ, ഉപ്പ, ജ്യേഷ്ഠൻ, അനുജന്മാർ അവർ തമ്മിൽ എപ്പോഴും നല്ല പുഞ്ചിരിയോടുകൂടി സ്നേഹത്തോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണുണ്ടോ നോക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും പുഞ്ചിരിയോടുകൂടി വഴക്കും ബഹളമൊന്നും ഇല്ലാതെ പരസ്പരം സ്നേഹത്തോടും പുഞ്ചിരിയോടും കൂടി സംസാരിക്കാനും പെരുമാറാനും നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈ വോയിസ് കേൾക്കുന്ന നിങ്ങളൊന്ന് ചിന്തിക്കുക. നിങ്ങളെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടോ? എല്ലാവരും ചിരിച്ചും കളിച്ചും നല്ല സ്നേഹത്തോടു കൂടിയാണോ സമാധാനത്തോടു കൂടിയാണോ സംസാരിക്കുന്നത്? എങ്കിൽ അൽഹംദുലില്ലാ ആ വീട്ടിൽ ബറക്കത്തുണ്ടാവും. പുഞ്ചിരിക്കുക, മക്കളും ഉമ്മയും തമ്മിൽ അങ്ങോട്ട് പുഞ്ചിരിക്കുക. അതെങ്ങനെ? ഉമ്മാനെ കാണുമ്പോൾ മക്കൾക്ക് കല്ലെടുത്തെറിയാൻ തോന്നും, മക്കളെ കാണുമ്പോൾ ഉമ്മ ചെരാമുട്ടിയെടുത്തടിക്കും. അതാണ് ഇപ്പോഴത്തെ കാലഘട്ടം. പിന്നെ എങ്ങനെയാണ് പുഞ്ചിരിക്കുക? ചില ഉമ്മാർ പറയും, പൊന്നാര ഉസ്താദേ പുഞ്ചിരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ആ പഴയനെ അവിടെ എവിടെയെങ്കിലും മുണ്ടാതിരുന്നാൽ മതി, എന്നാൽ തന്നെ കുറേ സമാധാനമാണ്. ഇതാണ് അവസ്ഥ. നല്ല സ്നേഹത്തോടു കൂടി മക്കളോട് പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ കഴിയുന്നുണ്ടോ? നല്ല പുഞ്ചിരിച്ചുകൊണ്ട് ഭർത്താവിനെ സ്വീകരിക്കാൻ കഴിയുന്നുണ്ടോ? ഭാര്യയോട് നല്ല സ്നേഹത്തോടെ പുഞ്ചിരിയോടുകൂടി സമാധാനത്തിൽ സംസാരിക്കാൻ കഴിയുന്നുണ്ടോ? ആ വീട്ടിൽ ബറക്കത്തുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആ കാര്യം. ഇനി അടുത്തത് നാലാമത്തതായിട്ട്, ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്താ നിങ്ങൾ? അതിഥികളെ സ്വീകരിക്കുകയും അവർക്ക് ഭക്ഷണം നൽകുകയും ചെയ്യുക. വീടുകളിൽ അള്ളാഹു റഹ്മത്തിൻ്റെ മലക്കുകളെ ഏറ്റവും കൂടുതൽ ഇറക്കുന്ന ഒരു സംഭവമാണത്. നമ്മുടെ വീട്ടിൽ അതിഥികൾ വന്നുകൊണ്ടിരിക്കുക, എപ്പോഴും 2 ദിവസം 3 ദിവസം കൂടി ആരെങ്കിലുമൊക്കെ വരിക, അവർക്ക് ഭക്ഷണം നൽകുക, ആ കുടുംബ ബന്ധം ഇങ്ങനെ പുലർത്തുക. അത്തരം വീടുകളിൽ ബറക്കത്ത്, നല്ല രീതിയിൽ ബറക്കത്തുള്ള വീടുകളായിരിക്കും. എന്നാലോ ഇന്നത്തെ കാലഘട്ടത്തിൽ ആരെങ്കിലും നമ്മളെ പെരേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ, എടിയേ ഞാൻ അന്ന് അവിടെ ഉണ്ടാവില്ലല്ലോ, അല്ലെങ്കിൽ ഞാനും കുട്ടികളൊക്കെ കൂടി പുറത്താണ്, ഇജ്ജ് പിന്നെ ഒരു ദിവസം വായോട്ടാ എന്ന് പറഞ്ഞ് തിരിച്ച് മടക്കി അയക്കേണ്ട അവസ്ഥ ആലോചിച്ച് നോക്കണം നിങ്ങളല്ലേ. കുടുംബത്തിൽ ഇപ്പോൾ ഭർത്താവ് വന്ന് പറയാം, എടി ഉമ്മയും കാക്കയും താത്തയും എല്ലാവരും കൂടി വരുന്നുണ്ട് അത്രേ എന്ന് സന്തോഷത്തിൽ പറയുമ്പോൾ പെണ്ണ് പറയും, ഇനിയിപ്പോൾ ഞാൻ പണിയെടുത്ത് എൻ്റെ ഊരഞ്ഞ് വെള്ളമാവും, എനിക്കൊന്നും വെച്ചത് നിങ്ങൾ വേറെ ഒന്നും അവിടെ അങ്ങോട്ട് തുടങ്ങും പ്രശ്നം. പിന്നെ ചട്ടി എടുത്ത് അങ്ങോട്ട് എറിയലായി, പ്ലേറ്റ് എടുത്ത് ഇവിടുന്ന് അങ്ങോട്ട് എറിയലായി, ഭർത്താവ് മൊബൈൽ എടുത്ത് ഒരൊറ്റ കയറി അങ്ങോട്ട്, ഇങ്ങനെ പെരൻ്റെ ഉള്ളിൽ പ്രശ്നങ്ങളേക്കാരം. അതിഥികളെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ചില ഉമ്മമാർക്കും പെണ്ണുങ്ങൾക്കും ഭയങ്കര ഇടങ്ങേറാണ്. പണിയെടുക്കണ്ടേന്ന് കരുതിയിട്ടേക്കാരം അല്ലേ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വീട്ടിലേക്ക് അതിഥികൾ വരുന്നതും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതുമായ കാര്യം നമ്മളെ വീട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് ബറക്കത്തുള്ള വീടിൻ്റെ അടയാളമാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ചോളി, നമ്മളെ വീട്ടിൽ ബറക്കത്തുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് തീരുമാനിച്ചോളി കേട്ടോ. ഇൻഷാ അല്ലാ. അടുത്തതായിട്ട് പറയണത് ഭക്ഷണത്തിൽ ബറക്കത്ത് അനുഭവപ്പെടുക. അതെന്താ സംഭവം? കയ്യിലുള്ള ചെറിയ വരുമാനത്തിൽ പോലും നിരാശയില്ലാതെ സംതൃപ്തിയോടുകൂടി ജീവിക്കാൻ കഴിയുക. ഭക്ഷണ സാധനങ്ങൾ എളുപ്പത്തിൽ തീർന്നു പോകാതിരിക്കുക. എന്താണ് അങ്ങനെ പറഞ്ഞാൽ? അതായത് ഒരു 2000 റുപ്യ ഉണ്ട്, അൽഹംദുലില്ലാ അത് മതി ജീവിക്കാൻ, അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല. അങ്ങനെ ചില വീടുണ്ടാവും അല്ലേ. എന്നാലോ നേരെ ഓപ്പോസിറ്റ്, ചില വീട്ടിൽ എത്ര കിട്ടിയാലും തികയൂല. കഴിഞ്ഞ ആഴ്ച അല്ലേ 4000 റുപ്യൻ്റെ സാധനം കൊടുന്ന്, ഇത്ര പെട്ടെന്ന് അത് തീർന്നോ? അപ്പോൾ ഇജ്ജ് എന്താ കാട്ടുന്നത്? സാധനമൊക്കെ കൂടി ഇജ്ജ് അതോ സാധനം അങ്ങനെയാണ് മുണുങ്ങുണ്ടോ? അത് എപ്പോഴും പേരൻ്റെ ഉള്ളിൽ ഒച്ചപ്പാടുള്ള ചില ആൾക്കാരുണ്ട്. സാധനം കണ്ട് തികയൂല. അങ്ങനെ കുറെ വീടുകളുണ്ട്. ഉമ്മമാരെ ശ്രദ്ധിച്ചോളി, നിങ്ങളെ വീട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടോ?
നിങ്ങളൊന്ന് പറയ്. കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ. ഞാൻ ഈ പറഞ്ഞതിൽ എന്തൊക്കെ നിങ്ങളെ വീട്ടിലുണ്ട് ഇല്ലാത്തത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. ഇൻഷാ അള്ളാ. അതേപോലെ ഭക്ഷണം കുറച്ച് ഭക്ഷണം വെച്ചാൽ തന്നെ മതി. അൽഹംദുലില്ലാ അതെല്ലാവർക്കും പാകത്തിനേക്കാരം. കൊണ്ടുപോയി കൊട്ടാനും ഉണ്ടാവില്ല, എന്നാൽ തികയാതെ ഇരുന്നിട്ടും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ അൽഹംദുലില്ലാ ബറക്കത്തിൻ്റെ പ്രധാന ലക്ഷണമാണ്. ബറക്കത്തുള്ള വീട്ടിൽ ഭക്ഷണം എല്ലാവർക്കും തികയും, ബാക്കി വരില്ല. നന്ന് നേരെ ഓപ്പോസിറ്റാണ്. ഒന്നിരിക്കെ തികയാതെ ഇരിക്കുന്ന അവസ്ഥ, എന്നിട്ട് ഹോട്ടലിൽ നിന്ന് കൊണ്ടുവരിക. അല്ലെങ്കിൽ തികഞ്ഞിട്ട് ബാക്കി ഒരു ചെമ്പട്ടി അര ചെമ്പട്ടി ചോറൊക്കെ കൊണ്ടുപോയിട്ട് പിറ്റേന്ന് കൊണ്ടുപോയി കൊട്ടുക. എങ്ങനെയുണ്ട് പരിപാടി? നിങ്ങളെ വീട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടോ? ഒട്ടുമിക്ക വീട്ടിലും ഇങ്ങനെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ ഭക്ഷണം വേസ്റ്റായി പോവുക, അതേപോലെ തന്നെ ഭക്ഷണം തികയാതിരിക്കുക, ഇത് രണ്ടും ബറക്കത്ത് ഇല്ലാത്ത വീടിൻ്റെ ലക്ഷണമാണ് കേട്ടോ. അതേപോലെ തന്നെ പൈസ തികച്ചിട്ട് തികയാത്തൊരവസ്ഥ നമുക്കുണ്ടെങ്കിൽ ബറക്കത്തില്ലാത്ത വീടിൻ്റെ അടയാളമായിട്ട് അത് കണക്കാക്കപ്പെടുന്നുണ്ട്. അല്ലാ. അപ്പം എങ്ങനെ ഇനി ആറാമത്തത്, ഇതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഉസ്താദെ. ഇങ്ങനെ ഈ പ്രശ്നം എൻ്റെ വീട്ടിലുണ്ട്, ഇത് എൻ്റെ വീട്ടിലില്ല അൽഹംദുലില്ലാ. അങ്ങനെ നിങ്ങൾ കമൻറ്റ് ഇടണം. എന്നാലല്ലേ നമുക്കിത് പറയണ കാര്യങ്ങളൊക്കെ ആരൊക്കെ വീട്ടിലാണ് എന്തൊക്കെ ഉള്ളതെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. ഇൻഷാ അള്ളാ. ആറാമതായിട്ട് സുബ്ഹി സമയത്തെ ഉണർവ്. അതായത് സുബഹിക്ക് വീട്ടിലുള്ളവർ പ്രഭാതത്തിൽ തന്നെ ഉറക്കമുണർന്ന് ദിക്റുകളിലും പ്രാർത്ഥനകളിലും നിസ്കാരം ഓത്തുകളൊക്കെ ആയിട്ട് മുഴുകി ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ ഒരു ജീവിതം വല്ലാത്ത ബറക്കത്തുള്ള ജീവിതമാണ്. അപ്പം ഉമ്മമാർക്ക് ഇനി പറയാനുള്ളൂ, പൊന്നാര ഉസ്താദേ ഞങ്ങളെ വീട്ടിലെല്ലാവരും 8 മണിക്കും 9 മണിക്കും 10 മണിക്കൊക്കെയാണ് ഉറങ്ങി നീക്കണതല്ലോ, മക്കളെ എത്ര വിളിച്ചാലും നീക്കല ഉസ്താദേ. ഇതാണ് പറയാനുള്ളത്. അങ്ങനെയാണോ നിങ്ങളെ വീട്ടിൽ? ഒരു ബറക്കത്തും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. അങ്ങനെയുള്ള വീട്ടിൽ ഒരു ബറക്കത്തും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. അള്ളാഹു നമ്മളൊക്കെ വീട്ടിൽ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ സുബഹിക്ക് എണീക്കുന്ന എല്ലാവരും സുബഹിക്ക് എണീക്കുന്ന വീടാണെങ്കിൽ ആ വീട്ടിൽ ബറക്കത്തുണ്ടാവും, വല്ലാത്തൊരു ഉന്മേഷം ഉണ്ടാവും. അള്ളാഹു നമ്മുടെ വീട്ടിൽ ബറക്കത്ത് നൽകട്ടെ ഇൻഷാ അള്ളാ. അടുത്തതായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം സ്വതക്ക. വീട്ടിലേക്ക് കയറുമ്പോൾ സലാം ചൊല്ലി കയറുകയും അർഹരായവരെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം ചൊല്ലി കയറുകയും അർഹരായവരിലേക്ക് ചെറിയ സ്വതക്കകൾ എത്തിച്ചു കൊടുക്കുക. ഇവിടെ എത്തിച്ചു കൊടുക്കുന്നത് പോയിട്ട് നമ്മളെ പെരീക്ക് ആരെങ്കിലും വന്നാൽ ഉമ്മാരെന്താ പറയാ അറിയോ? അത് വല്ലാത്തൊരു സങ്കടമാട്ടോ പൊന്നാരന്മാരെ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഇങ്ങനെ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ സ്വഭാവം മാറ്റണം. ചില വീട്ടിൽ വലിയ പ്രതീക്ഷയോടുകൂടി വലിയ വലിയ അണ്ണന്മാരോ അല്ലെങ്കിൽ വലിയ പാവപ്പെട്ട ഫക്കീറന്മാർ ആരെങ്കിലും വന്ന് ബെല്ലടിക്കും. ബെല്ലടിച്ചിട്ട് ആദ്യം ഒരു ബെല്ലടിക്കും, അപ്പോൾ തുറക്കൂല. കാരണം ഒരു ബെല്ലടിച്ചിട്ടാണ് പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ എഴുതിയിട്ട് രണ്ടാമത്തെ ബെല്ലും അടിക്കും. അപ്പോൾ രണ്ടാമത്തെ ബെല്ലടിക്കുമ്പോൾ ഇങ്ങനെ വന്ന് നോക്കും, ചങ്ങായി ഇപ്പോഴും പോയിട്ടില്ലേ? എന്നിട്ടും കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്ത് നോക്കും. അയാൾ പാവം ഫക്കീർ, 5 റുപ്യെങ്കിൽ 5 റുപ്യ, 10 റുപ്യെങ്കിൽ 10 റുപ്യ അത് കിട്ടിയിട്ട് പോകാമെന്ന് കരുതിയാൽ പാവം പിന്നെയും ബെല്ലടിക്കും. പിന്നെ ബെല്ലടിക്കുമ്പം അകത്തുള്ള ആൾക്ക് മനസ്സിലാവും ഇതൊരു നടക്ക് പോകൂല. അവർ വേഗം തട്ടൊക്കെ ഇട്ട് മാക്സിയൊക്കെ മൂടി പുതച്ചിട്ട് വന്നിട്ട് ആ ജനലിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ തുറന്ന് കണ്ട്, അതേ ആ ജനലിൻ്റെ സൈഡ് ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ പറയും, അതേ ഇവിടെ ആളില്ല, കാക്കല്ല കേട്ടോ ഇവിടുത്തെ ആൾ ഇവിടെ ഇല്ല കേട്ടോ എന്ന് പറയും. ഈ പാവം സാധു അത്രയും നേരം നിന്നിട്ട് ശരി എന്ന് പറഞ്ഞിട്ട് അയാൾ പോവും. ഇവിടുത്തെ ആളില്ല എന്ന് പറയാൻ 5 ലക്ഷം റുപ്യക്കോ അല്ലെങ്കിൽ 1 ലക്ഷം റുപ്യക്കോ അല്ലെങ്കിൽ 50,000-നോ 1000-നോ അല്ല വന്നിക്കണത്. ആ ഫക്കീറിന് പേറിപ്പോയ ഒരു 5 10 റുപ്യ, ഒരു 20 റുപ്യ, ഒരു 50 റുപ്യ. എൻ്റെ പൊന്നാരന്മാരെ, നിങ്ങളുടെ അടുത്തൊക്കെ ഒരു 10 റുപ്യ ഇല്ലാഞ്ഞിട്ടാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണ്. ഒരു 10 റുപ്യ 15 റുപ്യൊക്കെ ഇല്ലാഞ്ഞിട്ടാണോ? അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഒരു ഫക്കീർ വന്ന് വീട്ടിൻ്റെ മുറ്റത്ത് വന്ന് നിന്ന് കഴിഞ്ഞാൽ പറയും, ഇവിടുത്തെ ആൾ ഇവിടെ ഇല്ല, അതെ ഇവിടുത്തെ കാക്ക ഇല്ല കേട്ടോ ഇവിടെ. കാക്ക ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ചെക്ക് എഴുതി കൊടുത്തിട്ടുണ്ടാവും അല്ലേ? അള്ളാഹു കാക്കട്ടെ. അങ്ങനെ നിങ്ങളെ വീട്ടിൻ്റെ മുറ്റത്ത് നിങ്ങൾ വരുന്ന ദരിദ്രരായിട്ടുള്ള പാവപ്പെട്ട ഫക്കീറന്മാരെ നിങ്ങൾ വെറും കൈയോടെ മടക്കി അയക്കല്ലേ കേട്ടോ ഉമ്മമാരെ, ഉപ്പമാരെ, ചെറുപ്പക്കാരെ. എൻ്റെ വോയിസ് കേൾക്കുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങളെ വീട്ടിൻ്റെ മുറ്റത്ത് വരുന്ന ആൾക്കാരെ നിങ്ങളങ്ങനെ പറഞ്ഞയക്കരുത്. അങ്ങനെ പറഞ്ഞയക്കാൻ പാടില്ല. എന്തെങ്കിലും ഉള്ളതെന്ന് ചെറുതെങ്കിലും ഒരു 10 രൂപയെങ്കിലും, എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ മോനെ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ, ഇവിടുത്തെ കാക്ക ഇവിടെ ഇല്ല, നിങ്ങൾ ഇത് വെച്ചോളൂ, ഇൻഷാ അള്ളാ കാക്ക ഉണ്ടാവുമ്പോൾ കൂടുതൽ തരാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞ് സന്തോഷിപ്പിച്ച് വിടുക. അപ്പോൾ വന്ന ആൾ കരുതും എന്താ പറയുക, അൽഹംദുലില്ലാ അല്ലെങ്കിൽ എന്താ ഒരു നല്ല പെരുമാറ്റത്തിൽ ഉള്ളത് തന്നു വിട്ടല്ലോ. ഇത് നേരെ ഓപ്പോസിറ്റ്, ഇവിടുത്തെ കാക്ക ഇവിടെ ഇല്ല, ഇവിടുത്തെ ആൾ ഇവിടെ ഇല്ല, ഇവിടുത്തെ ആണൊരുത്തല്ല എന്ന് പറഞ്ഞ് വന്ന ഫക്കീറിനെ മടക്കി അയക്കുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യരുത്. ഇത് വലിയ ദാരിദ്ര്യം നമുക്കുണ്ടാക്കാൻ കാരണമാണ്.
വന്ന അതിഥിയെ ഒരു ഫക്കീറിനെ മടക്കി അയക്കരുത്. നമ്മളിങ്ങനെ മാളിക വീട്ടിലിങ്ങനെ കിടന്നുറങ്ങുമ്പോഴേ ഈ ഉറങ്ങാനൊരു അവസരം ഉണ്ടാക്കി തന്ന പടച്ച റബ്ബ് ഇതേ പടച്ചോനാണ് ഒരു ഫക്കീറായിട്ട് അയാളെ പഠിച്ച് നമ്മളെ മുന്നിലേക്ക് എത്തിച്ചിരിക്കണത്. അതുകൊണ്ട് ഉള്ളത് കൊടുത്ത് സന്തോഷിപ്പിച്ച് വിടുക. മനസ്സിലായോ? ഇൻഷാ അല്ലാ. അതേപോലെ തന്നെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സലാം പറഞ്ഞ് കയറി വരിക. സലാം പറഞ്ഞ് കയറി വരിക. ബെല്ലടിക്കുക, വാതിൽ തുറക്കുമ്പോൾ ഭർത്താവാണെങ്കിൽ അസ്സലാമു അലൈക്കും, അപ്പോൾ ഭാര്യ വാലൈക്കും അസ്സലാം. ആഹാ, എന്താ രസം! അങ്ങനെയാണ് ശരിക്കും ജീവിതത്തിലേക്ക് കയറി വരേണ്ടത്. അതാണ് ജീവിതം. ബറക്കത്തുള്ള ജീവിതങ്ങളുടെ ലക്ഷണങ്ങളാണത്. ഇത് എന്താ നിങ്ങൾ ഒന്ന് ബെല്ലടിക്കും, ഭാര്യ തുറക്കാൻ ഒരു 2 സെക്കൻഡ് 5 സെക്കൻഡ് വൈകിയ വാതിൽ തുറക്കുന്നതോടുകൂടി മാപ്പിള അനക്ക് എന്താ അവിടെ പണി, ഇജ്ജ് എവിടെയായിരുന്നു, ഇജ്ജ് ഏത് അടുപ്പിലായിരുന്നു, എത്ര നേരമായി ഞാൻ അവിടെ വന്നിട്ട്, അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞാൽ തുടങ്ങും. അപ്പോൾ പെണ്ണുങ്ങൾ അവിടെ നിന്ന് ആഹാ ഞാൻ അവിടെ അടുക്കളയിലിരുന്ന് നമുക്കൊന്ന് 2 വട്ടം ബെല്ലടിച്ചു, ഒരു മിനിറ്റ് കാത്തുനിന്നപ്പോൾ നിങ്ങൾക്ക് എന്താ കുഴപ്പം, പടച്ചോനെ വാതിൽ തുറക്കുന്നതോടുകൂടി ഈ മറ്റേ പാകിസ്ഥാനും ഇതുമാതിരി യുദ്ധം അങ്ങോട്ട് തുടങ്ങും, പട്ട 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 പട്ടേച്ചിട്ട്. അങ്ങനെയാണ് പല വീട്ടിലും പ്രശ്നങ്ങളോട് പ്രശ്നം. തോട്ടങ്ങി വാതിൽ തുറക്കേണ്ട താമസം, അല്ലെങ്കിൽ വാതിലാണ് തുറക്കുന്നതോട് കൂടി കൊടുക്കുന്ന സാധനമാണ് കൊടുക്കും. ഇത് നടക്കളേക്ക് കൊണ്ടാക്കാനും കൂടി നേരം ഉണ്ടാവില്ല. പെണ്ണുങ്ങളത് ആ വാതിൽക്കം തന്നെ നോക്കും. എന്നിട്ട് നോക്കിയിട്ട് പറയും പയറില്ലല്ലേ. അപ്പം നിങ്ങളോട് ഞാൻ എത്ര വട്ടം പറഞ്ഞു പയർ കൊണ്ടുവരാൻ, ഈ സാധു മറന്നതേക്കാരം, അതിൻ്റെ പേരിലേക്കാരം തുടക്കത്തിൽ തന്നെ അടി. ഇങ്ങനെയൊക്കെയാണ് ഓരോ വീടുകളിൽ കണ്ടുവരുന്നത്. അല്ലാ. അപ്പോൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് കയറി വരുന്നുണ്ടോ, വലൈക്കും മുസ്സലാം എന്ന് പെണ്ണുങ്ങൾ തിരിച്ചും പറഞ്ഞ് നല്ല സന്തോഷത്തിലാണെങ്കിൽ ആ വീട്ടിൽ ബറക്കത്തുണ്ട് എന്ന് ഉറപ്പിച്ചോളി. അപ്പോൾ ചില ആൾക്കാർ ചോദിച്ചു, ഉസ്താദേ അവിടുന്ന് കയറി വരുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് കയറി വന്നു, ഞാൻ വലൈക്കും മുസ്സലാം എന്ന് മടക്കിയതിന് ശേഷം അടി കൂടാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അതായത് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ സലാം പറഞ്ഞതിന് ശേഷമാണെങ്കിൽ പറ്റുമോ എന്ന് ആലോചിക്കുന്നവരുണ്ടാവും. പൊന്നാരന്മാരെ, മാക്സിമം കുറഞ്ഞ ജീവിതമുള്ളൂ, പൊരുത്തപ്പെട്ട് സഹിച്ച് മുന്നോട്ട് പോവുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ ആ വീട്ടിൽ ബറക്കത്തുള്ള വീടാണ്. അള്ളാഹു നമ്മുടെ വീട്ടിലൊക്കെ ബറക്കത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതേ, നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്ന കുറേ ആൾക്കാരുണ്ട്. ദയവ് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു വലിയ സന്തോഷം നൽകട്ടെ. അപ്പോൾ എങ്ങനെ നല്ല ഒരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.